നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. വനിതകൾക്ക് മട്ടുപ്പാവ് കൃഷിക്ക് ആവശ്യമായ മൺചട്ടികൾ വിതരണം ചെയ്ത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത്. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള മട്ടുപ്പാവ് കൃഷി മൺചട്ടി വിതരണം ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് നിർവഹിച്ചു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷത വഹിച്ചു. 500 കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ എൻ, ഭരണസമിതി അംഗങ്ങളായ മാനപ്പ മാസ്റ്റർ, ഉമ്മകുൽസ് ടീച്ചർ, കൃഷി ഓഫീസർ മഞ്ജു മോഹൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരുമ്പിളിയം. വ്യത്യസ്ത പരിപാടികൾ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലെല്ലാം വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. പിന്നെ മൺചട്ടിയും ഈ പച്ചക്കറി തൈകളും. ആ 5 ചട്ടികളിലേക്ക് വേണ്ടിയിട്ടുള്ള വളം 2 ചട്ടികൾ ഇറക്കിയിട്ടുണ്ട്. അതായത് പോട്ടിൻ മിശ്രിതം ഒരു ചാക്കും, പിന്നെ അതിൽ മിക്സ് ചെയ്യാനുള്ള സമ്പുഷ്ട ജൈവവളം മറ്റൊരു ചാക്കും ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള തൈകൾ. അപ്പം നമ്മൾ ഒരാൾക്ക് 5 ചട്ടിയും പോട്ടിൻ മിശ്രിതത്തിൻ്റെ ഒരു ചാക്ക്, സമ്പുഷ്ട ജൈവവളത്തിൻ്റെ ഒരു ചാക്ക്, അതിലേക്കുള്ള ഒരു ചട്ടിലേക്ക് 3 തൈകൾ വെച്ച് 15 തൈകൾ. അങ്ങനെയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. തന്നെ മട്ടുപ്പാവ് എന്ന് പറഞ്ഞാൽ അവരെ വീടിന്റെ ടെറസിലാവാം, അല്ലെങ്കിൽ നമ്മളുള്ള പ്രദേശങ്ങളിലാവാം. ഇത് നടത്തുന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഏകദേശം 10,000-നടുത്ത് ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഫണ്ട് വെച്ചുകൊണ്ടാണ് ഇതിനെ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ ഏകദേശം 1000 രൂപയാണ് നമ്മുടെ ഒരാൾക്ക് വരുന്നത്. അതിൽ 60% പഞ്ചായത്ത്, 40% സബ്സിഡി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 5 മൺചട്ടികളും അതുപോലെ തന്നെ വളങ്ങളും അതുപോലെ തന്നെ തൈയും നമ്മൾ കൊടുത്തുകൊണ്ട് ഈ പദ്ധതിക്ക് തുടങ്ങി കുറിക്കുന്നത്. ഇത് നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ വീടുകളിലേക്ക് ആവശ്യമുള്ള കാർഷിക വിഭവങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമാണ് ഇതുമായി മുന്നോട്ട് വന്നത്. അതിനെല്ലാവരും തയ്യാറായി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും നല്ല രീതിയിൽ കാർഷിക മേഖല പുരോഗതി പ്രാപിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു.